പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന കുർബാന അത്ഭുതം നമ്മളെല്ലാവരും തന്നെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടതും അത്ഭുതപ്പെടേണ്ടതുമായ യഥാർത്ഥമായ ബലി അത്ഭുതം, കുർബാന അത്ഭുതം നമ്മൾ കാണുന്നുണ്ടോ? നമ്മളത് ചർച്ച ചെയ്യുന്നുണ്ടോ? ആരെയെങ്കിലുമൊക്കെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്ന, വചനത്തെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും ഒക്കെ നമ്മൾ ഇങ്ങനെ കാര്യമായി പ്രചരിപ്പിക്കുകയും അതിൽ നമ്മൾ ധാരാളമായി ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥമായൊരു അത്ഭുതം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ സ്ഥാപിച്ചിരിക്കുന്ന യഥാർത്ഥമായ അത്ഭുതം അത് നമ്മൾ കാണുന്നുണ്ടോ? ആ അത്ഭുതം എന്താണ്? ആ ഒരു അത്ഭുതം 2000 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച അത്ഭുതമാണ്. ആ മഹാ അത്ഭുതം അവിടെ നിന്നാണ് ഇന്ന് ക്രൈസ്തവ ലോകം ഇത്രത്തോളം വളർന്ന് പടർന്ന് പന്തലിച്ചത്. ഒരധികാരവുമില്ലാത്ത, മാനുഷിക രീതിയിൽ പറയുമ്പോൾ കിരീടവും ചെങ്കോലുമില്ലാത്ത രാജാവ് ക്രിസ്തു എല്ലാ രാജാക്കന്മാരെക്കാൾ അധികമായി, എല്ലാ ക്രൗഡ് പുള്ളേഴ്സിനേക്കാൾ അധികമായി, എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനേക്കാളും അധികമായി തന്നിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്ന ആ വലിയ അത്ഭുതം നമ്മൾ കാണുന്നുണ്ടോ? ഒരു ബലിപീഠത്തിന് ചുറ്റും ഒരു കൊച്ചു ഷെഡിൽ ആണ് ഇന്ന് കാണുന്ന പല ക്രൈസ്തവമായ സ്ഥാപനങ്ങളും വിശ്വാസികളും കൃഷിയിടങ്ങളും ഉയർന്നു വന്നത്. ഒരു കൊച്ചു ഷെഡിന് ചുറ്റും, മാനുഷിക രീതിയിൽ പറഞ്ഞാൽ ഊതിയാൽ പറക്കുന്ന ഒരു കഷണം ഗോതമ്പപ്പം ഇരിക്കുന്ന ഒരു കൊച്ച്, പഴയകാല ചരിത്രത്തിൽ പഴയകാല ഭാഷയിൽ പറഞ്ഞ ഒരു ആല, അതിനു ചുറ്റുമാണ് ഇന്ന് കാണുന്ന, ഇന്ന് നമ്മൾ അഭിമാനിക്കുന്ന, നമ്മൾ ഊറ്റം കൊള്ളുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും പടുത്തുയർത്തപ്പെട്ടത് എന്ന് കൊക്കോയുടെയും ജാതിയുടെയും ഗ്രാമ്പുവിൻ്റെയും റബ്ബറിൻ്റെയും തെങ്ങിൻ്റെയും നെൽപ്പാടങ്ങളുടെയും ഒക്കെ സമൃദ്ധി നമുക്ക് സമ്മാനിച്ചത് ഈ ഒരു കൊച്ചാലയത്തിന് ചുറ്റുമാണ്. ആ ആലയമാണ്, അവിടെ അർപ്പിക്കപ്പെട്ട ബലിയാണ് എന്നുള്ള മഹാത്ഭുതം കാണാതെ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാൻ വിദേശത്തേക്ക് പോകുന്നുണ്ട്. 30-40 ലക്ഷം മുടക്കി പഠിക്കാൻ പോവുകയാണ്. ആ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ആദ്യകാല പേരുകൾ ഏതെങ്കിലുമൊക്കെ വിശുദ്ധൻ്റെയോ വിശുദ്ധിയുടെയോ ക്രൈസ്തവമായ വ്യക്തിത്വങ്ങളുടെയും ആയിരുന്നുവെന്നുള്ളതാണ്. ഈ മഹനീയമായ അത്ഭുതം, നിശബ്ദ വിപ്ലവം, ചിന്തിച്ചാലും ധ്യാനിച്ചാലും പഠിച്ചാലും തീരാത്ത വിധം ലോകത്തെ ഇങ്ങനെ മൊത്തം മൂടി നിൽക്കുന്ന, പൊതിഞ്ഞു നിൽക്കുന്ന ഈ മഹനീയ മഹാത്ഭുതത്തെ കാണാതെ അടയാളങ്ങളെ മാത്രം ആരെയെങ്കിലുമൊക്കെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയും സഭയുടെ അന്തിമമായ തീർപ്പുണ്ടാകുന്നത് വരെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്തതുമായ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ പുറകെ നമ്മൾ പോകുമ്പോൾ ട്രോളർമാർക്ക് ട്രോളാൻ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഇട്ടുകൊടുക്കുകയല്ലേ ചെയ്യുന്നത്? കുരങ്ങനെ പൂമാല ഇട്ടുകൊടുക്കുന്ന പണി ഞാനും നിങ്ങളുമൊക്കെ അറിയാതെ ചെയ്യുന്നില്ലേ? അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, അവിടെ നിന്ന് ആരംഭിച്ചതല്ലേ നമ്മുടെ ഈ സമൃദ്ധി? അതല്ലേ യഥാർത്ഥമായ അത്ഭുതം? മരുന്ന് കഴിക്കാതെ മാനസാന്തരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നവൻ, വാളെടുക്കാതെ രാജ്യങ്ങൾ കീഴടക്കാൻ കഴിയുന്നവൻ നമ്മുടെ ഇടയിൽ ജീവനോടെ നിൽക്കുകയാണെന്ന് ഓർക്കണം. ആ കർത്താവിൻ്റെ മഹനീയ സാന്നിധ്യം പ്രകടമായി അനുഭവിക്കുന്ന ബലിവീതിയുടെ ചുറ്റിനുമാണ് നമ്മൾ വളർന്ന് പടർന്ന് പന്തലിച്ചത് എന്നുള്ള ആ മഹാ അത്ഭുതത്തെക്കുറിച്ച് നമ്മുടെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇവ നിങ്ങളുടെ മക്കളെ ജാഗരൂകതയോടെ പഠിപ്പിക്കണം. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം നമ്മൾ കാണുകയാണ്. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ചിന്തയിൽ അതുണ്ടാകണം. യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്തയിൽ അതുണ്ടാകണം. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം. നിയമാവർത്തനം 6-ാം അധ്യായം 11-ാം അധ്യായം. ഒരു നിയമജ്ഞൻ, നിയമവിദഗ്ധൻ കർത്താവിനോട് ചോദിച്ചു, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് അവനോട് പറയുകയാണ്,
ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം. പ്രമാണം നിന്നോട് എന്ത് പറയുന്നു? പ്രമാണങ്ങൾ അനുസരിക്കണം. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ എന്നിവയോട് പങ്കുചേർന്നുകൊണ്ട് സാക്ഷി ജീവിതം നയിച്ചു. പ്രമാണം, ആദിമ ക്രൈസ്തവ സമൂഹം കൃത്യമായും പ്രമാണങ്ങൾ അനുസരിച്ച് വളർന്നു. ക്രൈസ്തവ ജീവിതം, ഞാൻ പറഞ്ഞവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. 28:19 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. അനുസരണത്തിൻ്റെ, കർത്താവിൻ്റെ ബലിയുടെ അനുസ്മരണവും ആഘോഷവും അനുഷ്ഠിക്കലും കർത്താവ് നൽകിയ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ച നമ്മുടെ മാതാപിതാക്കളും പൂർവികരും ഈ മഹാ അത്ഭുതത്തിന് കർത്താവിനോട് ചേർന്ന് നിന്ന് കൊടുത്തവരാണ്. ഇതല്ലേ നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്? മക്കളെ, ഒരു കാലത്ത് നമ്മളെ ആരും അറിയുകയില്ലായിരുന്നു, നമ്മളെ ആരും മാനിക്കുകയില്ലായിരുന്നു. പൗലോസ് അപ്പസ്തോലൻ്റെ ഭാഷയിൽ, കാട്ടൊലിവായിരുന്ന നിങ്ങളുടെ അപ്പൻ പൂർവ്വപിതാക്കന്മാരെ പ്രകൃതി സഹജമല്ലാത്ത രീതിയിൽ വെട്ടിയെടുത്ത് നാട്ടൊലിവിനോട് ചേർത്തു. ബലിപീഠ കേന്ദ്രീകൃതമായി നമ്മളെ വളർത്തി കുഞ്ഞുങ്ങളെ. ക്രിസ്തീയതയിൽ വർഗീയതയില്ല, ജാതിചിന്തയില്ല, തീവ്രവാദമില്ല, രാഷ്ട്രവിരുദ്ധതയില്ല. എന്നിട്ടും ലോകം ഇതിനെതിരെ തിരിയാൻ കാരണം ലോകത്തിലായിരിക്കുന്നവരെ പ്രകാശത്തിലേക്ക് പിടിച്ചടിപ്പിക്കുന്നത് കൊണ്ടുമാണ്. അവനുള്ളിടത്തേ സമാധാനമുള്ളൂ. അവനില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ജനാധിപത്യം അപ്രത്യക്ഷമാകുന്നുവെന്ന് നമ്മുടെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എത്ര വലിയ അത്ഭുതമാണത്! അവനില്ലാതാകുന്നിടത്ത് നിന്ന് ക്രിസ്ത്യാനിറ്റിയുടെ അസാന്നിധ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇംഗ്ലണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വിവരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇപ്പോൾ ഭാരതത്തിൽ തന്നെ നമ്മൾ കാണുകയാണ്. അസ്വസ്ഥത പുകയുകയാണ്, അല്ലെങ്കിൽ ചിലർ ബോധപൂർവം പുകയ്ക്കുകയാണ്. മിഡിൽ ഈസ്റ്റ്, ഒരു കാലത്ത് അറബി നാടുകളുടെ പാരീസ് എന്നറിയപ്പെട്ടിരുന്ന ലെബനോൻ, ഇന്ന് സ്ഥിതി എന്താണ്? ക്രിസ്തു നിഷേധത്തിൻ്റെ ആത്മാവ്. ദൈവം സ്നേഹമാണെന്നുള്ള സത്യമാണല്ലോ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. ആ ദൈവം സ്നേഹമാണെന്നുള്ള നിഷേധിക്കുന്ന ആത്മാവ് വ്യാപരിക്കുന്ന ഇടങ്ങളിലൊന്നും സമാധാനമില്ല എന്നും, അതുകൊണ്ട് ലോകത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ ക്രിസ്തു മാർഗം ഒരു അനിവാര്യതയാണ് എന്നും നമുക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇത്രയും ചെറിയ ജനതയായിരിക്കുന്ന യഹൂദര് ലോകത്തിനൊരടയാളവും ക്രിസ്തുവും ക്രിസ്ത്യാനിറ്റിയും ലോകത്തിന് അനിവാര്യതയുമാണെന്നുള്ള സിമ്പിൾ ലോജിക്, സത്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ധ്യാനിച്ചാൽ തീരില്ലാത്ത വിധം ഇത്ര മഹത്തരമായൊരത്ഭുതം, ഇത്ര നല്ല ദൈവത്തെ, മനുഷ്യനോട് ദൈവമായി മാറുവാൻ ദൈവിക ഗുണങ്ങളിലേക്ക് മനുഷ്യൻ വളർന്നാലേ ഭൂമിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂവെന്ന് ക്രിസ്തു പറഞ്ഞു. ക്രിസ്തു മുമ്പോട്ട് വെച്ച ആശയത്തിൻ്റെ ഒപ്പം നിൽക്കുവാൻ മറ്റൊരാശയവും ഇന്നില്ല എന്നുള്ളതാണ്. അത് ജനാധിപത്യത്തിന് വേണ്ടിയായിക്കൊള്ളട്ടെ, മാനവികതയ്ക്ക് വേണ്ടിയായിക്കൊള്ളട്ടെ, മനുഷ്യത്വത്തിന് വേണ്ടിയായിക്കൊള്ളട്ടെ. സ്നേഹിക്കാത്തവരെ സ്നേഹിക്കണമെന്ന പുത്തൻ കൽപ്പന, സ്നേഹിക്കാത്തവരെ പോലും സ്നേഹിക്കണമെന്ന പുത്തൻ കൽപ്പന സൂര്യനെ ഉദാഹരണമാക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു. ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ മഴ പെയ്യിക്കുകയും സൂര്യനുദിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കണം. ഇത്രയും മഹനീയമായ ആശയമാരാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഇത്ര നല്ലൊരു ഗുരു എവിടെയാണുള്ളത്? പറഞ്ഞതും പ്രവർത്തിച്ചതും തമ്മിൽ ആദ്യാവസാന മാറ്റമില്ലാത്തവൻ. അഹിംസ പ്രവർത്തിച്ചവരുണ്ട്. അഹിംസയുടെ ഉൽപാദന കേന്ദ്രം, പ്രഭവ കേന്ദ്രം ക്രിസ്തുവാം. ക്ഷമിച്ചവരുണ്ട്, പക്ഷെ ക്രിസ്തു ക്ഷമയാണ്. സ്നേഹിച്ചവരുണ്ട്, പക്ഷെ ക്രിസ്തു സ്നേഹം ആകുന്നു. വൈരുദ്ധ്യങ്ങളില്ല ക്രിസ്തുവിൽ, കോൺട്രഡിക്ഷൻസ് ഇല്ല, കലഹങ്ങളില്ല. ദൈവത്വം അതിൻ്റെ പൂർണ്ണതയിൽ കുടികൊള്ളുമ്പോഴും മനുഷ്യനു വേണ്ടി തന്നെ പരിമിതപ്പെടുത്തിയ ദൈവമാണ് ക്രിസ്തു. ക്രിസ്തുവിൽ ദൈവത്വം അതിൻ്റെ പൂർണ്ണതയിൽ കുടികൊള്ളുമ്പോഴും പരിമിതിയുള്ള മനുഷ്യന് വേണ്ടി, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ദൈവത്വത്തെ അവൻ പരിമിതിപ്പെടുത്തി. അതുകൊണ്ടാണ് ക്രിസ്തു നമുക്ക് കർത്താവും രക്ഷകനും പാപവിമോചകനുമായിരിക്കുന്നത്.
ഇത്ര മഹനീയമായ, ധ്യാനിച്ചാൽ മനുഷ്യബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനാവുകയില്ലെങ്കിലും തുറവിയുള്ള ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന ഇത്ര മനോഹരമായ ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം, അതല്ലേ ക്രിസ്തു. ഈ ക്രിസ്തുവിനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ക്രിസ്തു ലോകത്തിനൊരു അനിവാര്യതയാണെന്നും യഹൂദർ ലോകത്തിനൊരു അടയാളമാണെന്നും നമ്മെ പഠിപ്പിച്ചു. അപ്പസ്തോലന്മാർ നമുക്കത് കൈമാറി തന്നു. മാതാപിതാക്കൾ നമുക്കത് കൈമാറി തന്നു. നമ്മുടെ മാതാപിതാക്കൾ നമുക്കറിയാം, പലരും അല്പം പുറകോട്ട് പോയാൽ അവർ ബൈബിൾ കണ്ടിട്ട് പോലുമില്ലായിരുന്നു. പക്ഷെ അവരെങ്ങനെയാ വിശ്വാസം പകർന്നു കൊടുത്തത്? ഇന്ന് നമ്മൾ പരാതി പറയുക, പഠിപ്പിക്കുന്നില്ല എന്ന്. മാതാപിതാക്കൾ ദൈവശാസ്ത്രം പഠിച്ചില്ല, മാതാപിതാക്കൾ വേദപാഠം പഠിച്ചിട്ടില്ല. ഏതെങ്കിലുമൊക്കെ സുഹൃതയവങ്ങളോ ആവർത്തന പ്രാർത്ഥനകളോ മാത്രമേ മാതാപിതാക്കൾക്ക് അറിയത്തുള്ളായിരുന്നു. പക്ഷേ മാതാപിതാക്കൾക്ക് ജ്ഞാനമുണ്ടായിരുന്നു, ദൈവഭയമുണ്ടായിരുന്നു. അതവർ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ ദൈവശാസ്ത്രത്തിലോ വേദപാഠത്തിലോ ഡിഗ്രിയോ PhD ഒന്നും ആവശ്യമില്ല. നമ്മുടെ മാതാപിതാക്കൾ സാക്ഷിയാണ്. 40 വർഷങ്ങൾക്ക് മുമ്പുണ്ടായി നമ്മുടെ ആത്മീയ ജീവിതം, പ്രമാണങ്ങളനുസരിച്ചുള്ള ജീവിതം, ക്രിസ്തീയത ഒരു ജീവിത രീതിയാണ് എന്നും ക്രിസ്തു മാർഗമാണെന്നും നമ്മുടെ അപ്പനപ്പൂപ്പന്മാർക്കറിയാമായിരുന്നു, അമ്മമാർക്കറിയാമായിരുന്നു. അമ്മമാർ വിശ്വാസം മക്കളിലേക്ക് പകർന്നു കൊടുത്തു. ഒരു ദൈവശാസ്ത്രവും അവർ പഠിച്ചിരുന്നില്ല, നമുക്കറിയാം. പക്ഷേ എത്ര കൃത്യമായും അവർ അവരുടെ ദൈവത്തെ കൊടുത്തു. എൻ്റെ കർത്താവേ എന്നൊരൊറ്റ വിളി. നമ്മളിന്ന് 1000-ഉം 2000-ഉം പ്രാവശ്യം വചനം എഴുതുക. നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മളുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു? പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് അവനവൻ തെരഞ്ഞെടുത്ത മേഖലയിൽ അവർ ആത്മാഭിമാനത്തോടെയും ആത്മധൈര്യത്തോടെയും അവർ ജോലി ചെയ്തു. സർക്കാർ ജോലി ആയിക്കൊള്ളട്ടെ, രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, കൃഷി ആയിക്കൊള്ളട്ടെ, ബിസിനസ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ മാതാപിതാക്കളും പൂർവികരും ആത്മാഭിമാനത്തോടെയും ആത്മധൈര്യത്തോടെയും പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് ജോലി ചെയ്തു. സുവിശേഷകർ സുവിശേഷകരുടെ ജോലി ചെയ്തു. ഓരോരുത്തരും ഏൽപ്പിക്കപ്പെട്ട പണിയാണ് ചെയ്യേണ്ടത്. വിളിക്കുള്ളിലെ വിളി ലഭിച്ചവരുടെ ആത്മീയത സാധാരണ വിശ്വാസികളിലേക്ക് കുത്തിവെക്കുമ്പോൾ വിശ്വാസികൾ വീര്യം കെട്ടുപോകും. ലോകത്തെ വിശദീകരിക്കാനുള്ളവരാണ് വിളിക്കുള്ളിലെ വിളി ലഭിക്കാത്ത അൽമായർ. അവർക്ക് വിളിക്കുള്ളിലെ വിളി ലഭിച്ച സുവിശേഷകരുടെയോ ശുശ്രൂഷകരുടെയോ ആത്മീയത പകർന്നു കൊടുത്തതിൻ്റെ അപകടം, അസ്ഥാനത്തുള്ള അറിവ്, അപൂർണമായ അറിവ് പകർന്നു കൊടുത്തു. വചനപ്രഘോഷണ വേദികളെ വചനപ്രബോധന വേദികളാക്കി. ദുരന്തം ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. വചനപ്രഘോഷണ വേദികളെ വചനപ്രബോധന വേദികളാക്കി. വചനം പ്രസംഗിച്ചപ്പോൾ കർത്താവ് വചനത്തെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചു. ഇന്ന് വരങ്ങൾ കൊണ്ട് കർത്താവിനെ സ്ഥിരീകരിക്കുന്ന അനേകരെ നമ്മൾ കാണുകയാണ്. കർത്താവെ, ഞാൻ നിന്നെ സ്ഥിരീകരിക്കാമെന്ന് പറയുന്ന, അറിയാതെയാണ് കേട്ടോ, ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല. അപ്പസ്തോലന്മാർ വചനം പറഞ്ഞു, വചനത്തെ കർത്താവ് സ്ഥിരീകരിച്ചു. എത്ര കൃത്യമാണ് അപ്പസ്തോല പ്രവൃത്തികൾ. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 19-ാം തിരുവചനം, അബ്രാഹത്തെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? തിരുവചനത്തിൽ നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും എൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുവാൻ ഞാൻ അബ്രാഹത്തെ തിരഞ്ഞെടുത്തുവെന്ന് ഉൽപ്പത്തിയിൽ പഠിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-19, ഞാൻ കൽപ്പിച്ചവയെല്ലാം അനുസരിപ്പാൻ അവരെ പഠിപ്പിക്കുവിൻ. നിങ്ങൾ ലോകത്തോട് സുവിശേഷം പ്രസംഗിക്കണം, സുവിശേഷം കേട്ടവരെ അനുസരിക്കാൻ പഠിപ്പിക്കുവിൻ. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ ഉപമകളൊന്നും വ്യാഖ്യാനിക്കാതിരുന്നത്. അവർക്കറിയാമായിരുന്നു വിശ്വാസികൾക്ക് ആവശ്യം പ്രബോധനമാണ്. തിരുവചനമെല്ലാം പ്രബോധനത്തിനും തെറ്റുതിരുത്തലിനും ശാസനത്തിനും ഉപയോഗിക്കുന്നു. നമ്മൾ തിരുവചനത്തെ എടുത്തുകൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. ഇനി നമ്മുടെ കർത്താവിലേക്ക് വന്നേ, നമ്മൾ കർത്താവിനെ ആരാധിക്കുക മാത്രം ചെയ്യുകയാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21, 23 തിരുവചനങ്ങൾ. എന്നെ സ്നേഹിക്കുന്നവൻ്റെ കൽപ്പന പാലിക്കും, അപ്പോൾ ഞാനും പിതാവും അവനിൽ വന്ന് വസിക്കും. ഹല്ലേലൂയ! ഇത്ര മനോഹരമായ
വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത മഹനീയമായ സന്ദേശത്തെ നമ്മൾ അതിലെ അടയാളങ്ങളുടെ പുറകെ ഓടുകയാണ്. ഓടണ്ട എന്നല്ല, അടയാളങ്ങൾ വിശ്വാസത്തിൽ വീണുപോയവർക്കും ആത്മഹത്യയുടെ വക്കീലത്ത് നിൽക്കുന്നവർക്കും വഴിമുട്ടിയവർക്കുമുള്ളതാണ് അടയാളങ്ങൾ. 2000 വർഷത്തെ പാരമ്പര്യം പേർന്ന് സഭയിൽ വന്നു നിൽക്കുന്ന നമുക്ക് ഇനിയും അടയാളം വേണോ? കർത്താവ് ചോദിക്കുന്നില്ലേ, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് കൊണ്ടോ, എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചത് കൊണ്ടോ, എൻ്റെ നാമത്തിൽ സുവിശേഷം പറഞ്ഞതുകൊണ്ടോ സ്വർഗരാജ്യം കിട്ടാൻ പോണില്ല. കൃത്യമായി പറയുന്നു, കൽപ്പന പാലിക്കണം. ക്രിസ്തു പഠിപ്പിച്ചു. അപ്പസ്തോലന്മാർക്ക് ഇത് അറിയാമായിരുന്നു, നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു, 40 വർഷം മുമ്പുള്ള സുവിശേഷ പ്രഘോഷകർക്ക്, വൈദികർക്ക്, സന്യസ്തർക്ക് ഇത് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് എന്താണ് സാധാരണ വിശ്വാസികളോട് പറയേണ്ടതെന്ന് അവർക്കറിയാമായിരുന്നു. സാധാരണ ജീവിതം തിരഞ്ഞെടുത്തവരെ പ്രാർത്ഥനക്കാരാക്കുകയല്ല ചെയ്യേണ്ടത്, അവരെ സാക്ഷി ജീവിതത്തിന്, ലോകത്തെ ശുദ്ധീകരിക്കുവാൻ, നല്ല രാഷ്ട്രീയക്കാർ, നല്ല കച്ചവടക്കാർ, നല്ല ബിസിനസ്സുകാർ, നല്ല കൃഷിക്കാർ, നല്ല IT പ്രൊഫഷണൽസ്, നല്ലതെന്ന് പറയുമ്പോൾ നല്ല ക്രിസ്തീയ മൂല്യത്തിൽ ഉറച്ചു നിൽക്കുന്ന നല്ല മെഡിക്കൽ പ്രൊഫഷണൽസ്, ഇവരെ സൃഷ്ടിക്കലാണ് സുവിശേഷകരുടെ പണി. വിളിക്കുള്ളിലെ വിളി ലഭിച്ചവരാണ് സവിശേഷമായ പ്രാർത്ഥനാ ജീവിതം നയിക്കേണ്ടത്. അല്ലാത്തവരുടെ പ്രാർത്ഥനാ ജീവിതം അവർ തിരഞ്ഞെടുത്ത പ്രവൃത്തി മേഖലയാണ്, പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഏറ്റെടുത്ത മേഖലയിലെ ജീവിതമാണ്. ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, കർത്താവെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞത് ഇന്ന് നമ്മൾ കേൾക്കുന്നത് പോലെയുള്ള സുവിശേഷമല്ല. കർത്താവ് പറഞ്ഞത്, വചനത്തിൽ പ്രമാണത്തിൽ നീ എന്ത് കാണുന്നു? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ട്രിനിറ്റി, ക്രിസ്തു പഠിപ്പിച്ചത് ട്രിനിറ്റി. എന്നെ സ്നേഹിക്കുക, ചുറ്റുവട്ടമുള്ളവരെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. ഇതിലേതെങ്കിലും ഒന്നിന് കുറവുണ്ടായാൽ ആ വ്യക്തി സ്വർഗരാജ്യത്തിൽ നിന്ന് അകലെയാണെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. നമ്മൾ കർത്താവിൻ്റെ സ്വഭാവത്തെ മാത്രം പഠിപ്പിക്കും. ശരിയാണ്, കർത്താവിൻ്റെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ട്, കർത്താവിൻ്റെ പ്രബോധനത്തിൽ എല്ലാവർക്കും ഇടമില്ല. ഇപ്പൊ സഭ കർത്താവിൻ്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ ചുങ്കക്കാർക്കും പാപികൾക്കും വ്യഭിചാരികൾക്കും നല്ലതായ വൈദികർക്കും മോശരായ വൈദികർക്കും അൽമായർക്കും എല്ലാം ഇടമുണ്ട് കർത്താവിൻ്റെ ഹൃദയത്തിൽ, കർത്താവിൻ്റെ ഹൃദയമാകുന്ന സഭയിൽ. പക്ഷെ പ്രബോധനം വരുമ്പോഴോ ഒരു വിട്ടുവീഴ്ചയുമില്ല. സഭ ഇന്ന് വരെ പ്രബോധനത്തിൽ വെള്ളം ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. സഭ സ്ട്രക്ചറൽ സൈഡിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ, ഹൈറാർക്കിക്കൽ ഓർഡറിൽ സംസാരിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ലോകത്തോട് പ്രസംഗിക്കാൻ സഭ നമുക്ക് ബൈബിൾ തന്നിട്ടുണ്ട്, വിശുദ്ധ ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. ഉദാഹരണമായി എടുത്തു കാണിക്കാൻ വിശുദ്ധരും രക്തസാക്ഷികളുമുണ്ട്. ഇതുപോലെ പൊതുസമൂഹത്തോട് പ്രസംഗിക്കുവാൻ സഭയിലുള്ള ഏതെങ്കിലുമൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഏതെങ്കിലും കാലഘട്ടത്തിലേക്ക് വേണ്ടി, ഏതെങ്കിലും കൃത്യ ഉദ്ദേശത്തിന് വേണ്ടി എഴുതിയ പ്രമാണങ്ങളെ എടുത്തുകൊണ്ട് പൊതുമധ്യത്തിലേക്ക് വന്ന് സഭയെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രസ്താവനകൾ ഉപകാരമല്ല ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ചുങ്കക്കാരനും പാപിക്കും വ്യഭിചാരിക്കും ഇടമുണ്ട്. ഹൃദയത്തിൽ ഇടം കിട്ടുന്ന പാപിക്കും ചുങ്കക്കാരനോടും പ്രബോധനം കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിച്ചിട്ടൊന്നും കാര്യമില്ല മോനെ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സഹോദരിയോട് പറഞ്ഞു, നീയും പൊക്ക കുഞ്ഞ്, ഞാനും വിധിക്കുന്നില്ലടിയുവേ. അവൾ നടന്നപ്പോൾ വിളിച്ചു, ശു ഇങ്ങ് നോക്കാൻ പറഞ്ഞു. നോക്കി, മേലിൽ പാപം ചെയ്യരുത്. പ്രബോധനത്തിൽ വെള്ളം ചേർക്കുന്നില്ല. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാൻ നീതിയായി വിധിക്കുവിൻ. കർത്താവ് നീതിയായി വിധിച്ചു. കള്ളൻ പറഞ്ഞു, കർത്താവേ ഞാനും ഇന്ന് നിന്നോടുകൂടെ, എന്നെ നീ പർദീസിലായിരിക്കുമ്പോൾ ഓർക്കണമേ. അനുതാപം, ശരി, നീ നിന്നോടുകൂടി പർദീസിലായിരിക്കും. അതായത് ഇനി ലോകത്തിൽ നിനക്കൊരു ജീവിതമില്ല. ധൂർത്തപുത്രൻ്റെ ഉപമ പഠിപ്പിക്കുന്നു. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ കർത്താവ് എന്താണ് പറഞ്ഞത്? ഈ ധൂർത്തപുത്രനെ സ്വർഗത്തിലേക്ക് പിതാവ് സ്വീകരിച്ചു. നെവർ അഗെയിൻ ഹി സോ ദ വേൾഡ്. പിന്നീട് ഒരിക്കലും അവൻ ലോകത്തെ കണ്ടിട്ടില്ല. നമ്മളിത് പറയുന്നുണ്ടോ? നമ്മൾ ധ്യാനഗുരുക്കന്മാർ, സുവിശേഷകർ വചനം വ്യാഖ്യാനിക്കുമ്പോൾ ഇത് നമ്മൾക്ക് വേണ്ടി നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കിക്കേ.
അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ഞാൻ കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ പഠിപ്പിക്കുവിൻ. നിയമജ്ഞൻ തന്നെ ന്യായീകരിക്കാൻ ചോദിച്ചു, ആരാ എൻ്റെ അയൽക്കാരൻ? നിന്നെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം, നീ ജീവിക്കും. ഇങ്ങനെ തന്നെയാ പഠിപ്പിച്ചത്. നീ ജീവിക്കും. എന്ത് ചെയ്താൽ? പ്രമാണമനുസരിച്ചാൽ. കൃത്യമായ പഠിപ്പിച്ച. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ തങ്ങളുടെ ലേഖനങ്ങളിൽ ഒരിടത്തും ഉപമകൾ വ്യാഖ്യാനിക്കാതിരിക്കുന്നത്. കാരണം അവർ പ്രസംഗിച്ചത് മക്കളോടാ. മക്കൾക്ക് ശിക്ഷയും ശിക്ഷണവും പ്രോത്സാഹനവുമാണ് ആവശ്യം. ക്രിസ്തുവിനെ അറിയാത്തവരോടാണ് ദൈവം സ്നേഹമാണ് കാൽവരി കുരിശിൽ ഞങ്ങൾ കണ്ടു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഇനിയും ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിച്ചുദ്ധാനം ചെയ്തവന് വേണ്ടി ജീവിക്കുവിൻ. ദൈവം മനുഷ്യൻ്റെ പാപങ്ങൾ അവനെതിരെ പരിഗണിക്കുന്നില്ല എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുക, ഐ നോ ദ ട്രൂത്ത്, ഐ കെയിം ടു നോ ദ ട്രൂത്ത്. ഞാൻ ആ സത്യം അറിയാനിടയായി. മഹാപാപിയായ എൻ്റെ പാപം എനിക്കെതിരെ പരിഗണിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, പിന്നീട് ഒരിക്കലും പൗലോസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ശക്തമാണ്, വ്യക്തമാണ്, തീക്ഷ്ണമാണ്. ഏതെങ്കിലും അധർമ്മി എന്ന രീതിയിൽ ആകരുത് നീ പീഡിപ്പിക്കപ്പെടുന്നത്, നീ ശിക്ഷിക്കപ്പെടുന്നത്. ക്രിസ്ത്യാനി എന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതെങ്കിൽ പീഡിപ്പിക്കപ്പെടേണ്ടത് എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ഇന്ന് ക്രിസ്ത്യാനി എന്ന രീതിയിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ചാപ്പ കുത്തുകയാ, ചാണകം വിളിക്കുക, ലജ്ജയില്ലാതെ. കക്ഷി രാഷ്ട്രീയം പറയുക. ശുശ്രൂഷകരെന്ന് അവകാശപ്പെടുന്നവർ പോലും പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കുവാനും കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്? നമ്മൾ കൊടുക്കുന്നുണ്ടോ? പീഡനങ്ങളിൽ പരാതി പറയുന്ന, കക്ഷി രാഷ്ട്രീയം പറയുന്ന ഏതെങ്കിലുമൊക്കെ നേതാക്കളെ, പീഡനത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെ രക്ഷിക്കുന്ന പാർട്ടികളെ കണ്ടെത്തുകയാണ്. ക്രിസ്ത്യാനിയുടെ ആശ്രയം ക്രിസ്തുവാണ്. ആയുധം ഉപവാസവും പ്രാർത്ഥനയുമാണ്. ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കുവാനും കൊടുക്കുവിൻ. കർത്താവിൻ്റെ ശക്തിയോ അവിടുത്തെ വചനമോ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്ന് കർത്താവ് എഴുതി വെച്ചിട്ട് 2000 വർഷമായി. ഇത്രയും ധ്യാനകേന്ദ്രങ്ങളും ധ്യാനഗുരുക്കന്മാരും സുവിശേഷകരും അൽമായരും ഞാനും നിങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. നമ്മുടെ ഇടയിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ ഒരു എസ്തേർ ഉയർന്നു വന്നു, ഒരു എസ്ര ഉയർന്നു, ഒരു നെഹമിയ ഉയർന്നു. നമ്മളിപ്പോൾ സഭയിലുള്ള പ്രതിസന്ധികളെക്കുറിച്ച് ജെറാൾഡ് അടക്കമുള്ളവർ വാതോരാതെ പ്രസംഗിക്കുന്നുണ്ട്. നമ്മൾ പ്രതിസന്ധികൾ കണ്ടെത്തി, പ്രശ്നങ്ങൾ അപഗ്രഥിച്ചു. പരിഹാര മാർഗങ്ങൾ എന്താണ്? ഓരോരുത്തരും തങ്ങളെ ഏൽപ്പിച്ച മേഖല, തങ്ങൾ തിരഞ്ഞെടുത്ത മേഖല വിശുദ്ധിയോടെ ആത്മസമർപ്പണം ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. സുവിശേഷകൻ്റെ ജോലി തീക്ഷ്ണതയോടെ ചെയ്യണം. പാരമ്പര്യ സഭകളിലെ വിശ്വാസികളോട് സുവിശേഷം പറയാൻ എളുപ്പമാണ്. നാടൻ ഭാഷയുണ്ട്. ചട്ടിയിൽ കിടക്കുന്നത് ചൂണ്ടയിട്ട് പിടിക്കുക എന്ന് പറയുന്ന പരിപാടി, അത് വളരെ എളുപ്പമാണ്. ലോകത്തിലേക്ക് ഇറങ്ങി സുവിശേഷം പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. പാരമ്പര്യ സഭകളിൽ വിശ്വാസികളെ പരിപാലിക്കുന്ന അതിൻ്റെ തന്നെ സംവിധാനങ്ങളുണ്ട്. പോരായെങ്കിൽ താമസിച്ചുള്ള ധ്യാനം കൂടാം. പക്ഷേ ഈ ലോകം സുവിശേഷം അറിയണ്ടേ? അറിയാത്തവർ അറിയണ്ടേ? ആരെനിക്ക് വേണ്ടി പോകും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനത്തെ കൃത്യമായി മനസ്സിലാക്കാത്തതിൻ്റെ, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാത്രം വചനത്തെ കാണുകയും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാത്രം അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നതിൻ്റെ ദുരന്തമാണ് ഇന്ന് അനുഭവിച്ചിരിക്കുന്നത്. പ്രോസ്പെരിറ്റി ഗോസ്പൽ, അതാണ് ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മഹത്വം, പ്രകാശം അവർക്ക് ലഭ്യമല്ല. 2 കൊരിന്ത്യർ 4:4. ഈ തിരുവചനത്തിൽ ഇന്നത്തെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ അടിത്തറയുണ്ട്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ, ക്രിസ്തുവിലായിരിക്കുന്നവന് സമൃദ്ധിയുണ്ട് എന്ന് ചിന്തയാ. പണം, സമൃദ്ധിയും വിശുദ്ധി തന്നെയാ. പക്ഷേ ലക്ഷ്യം പണമല്ല ക്രിസ്ത്യാനിയുടെ.
സമ്പത്ത് നല്ലതാണ്, വിശുദ്ധമാണ്, ആവശ്യമാണ്, പ്രാർത്ഥിക്കണം, നേടണം. ലക്ഷ്യം സമ്പത്തല്ല. ഇന്ന് നോക്കിക്കേ, നമ്മുടെ പ്രാർത്ഥനകൾ എന്താ? ക്രിസ്തുവിന് വിശന്നു, അപ്പം ഉണ്ടാക്കി തിന്നാൻ പറഞ്ഞു. നീ ദൈവമല്ലേ, ഈ കല്ലുകൊണ്ട് 2 അപ്പം ഉണ്ടാക്കി തിന്ന്. ക്രിസ്തു പറഞ്ഞു ഓടടാ അവിടെ നിന്ന് പറഞ്ഞു. അല്പം വിശപ്പ് സഹിച്ചാലൊന്നും ചത്തുപോകാൻ പോണില്ല. ദൈവത്തിൻ്റെ വചനം കൊണ്ട് ഞാൻ ജീവിക്കും. അപ്പം പറഞ്ഞു നീ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുമല്ലേ, ഇച്ചിരി വണ്ടി ഇതൊക്കെ വേണ്ടേ, അത്യാവശ്യം കൊള്ളാവുന്ന ഒരെണ്ണം വേണ്ടേ, ഒരു 30-40 ലക്ഷം രൂപയുടെ വണ്ടി വേണ്ടേ, അന്നുകൊണ്ടല്ലേ നിന്റെ സുവിശേഷം പ്രസംഗിക്കുമ്പം കേൾക്കുകയുള്ളൂ. അല്പമൊക്കെ സമൃദ്ധി വേണ്ടേ എന്ന് ചോദിച്ചു. അവിടെ ഈ കാണുന്നതല്ല എൻ്റെതാ, ജസ്റ്റ് ഒന്ന് കുമ്പിട്ടാൽ മതി തരാം. കർത്താവ് വീണ്ടും പറഞ്ഞു ഓടാ അവിടെ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നിനക്ക് വരദാനമൊക്കെ ഉള്ളതല്ലേ, ഒന്ന് കാണിച്ചേ, എടുത്തങ്ങ് ചാട്, മാലാഖ വന്ന് താങ്ങും, നാട്ടുകാർ കാണട്ടെ. അത് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു, നിന്റെ ശുശ്രൂഷ അഭിവൃദ്ധിപ്പെടും. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ പിതാവ് സന്ദർഭം ആവശ്യപ്പെടുകയും മാനസാന്തരത്തിന് അനിവാര്യമായിരിക്കുമ്പോൾ മാത്രമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവത്തെ നിർബന്ധിക്കാൻ പാടുള്ളൂ. കർമ്മലമലയേറ്റം ഇരുണ്ട രാത്രി എന്ന പുസ്തകത്തിലൂടെ വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് ഇതറിയാമായിരുന്നു. താൻ പാതി ദൈവം പാതി, പ്രമാണങ്ങൾ പാലിച്ചുള്ള ജീവിതം, ക്രിസ്തുമാർഗം. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് ബേസ്ഡ് ഓൺ എ സെറ്റ് ഓഫ് റൂൾസ് എംപവേർഡ് ബൈ ക്രൈസ്റ്റ്. ക്രിസ്തുവിനാൽ ശക്തിപ്പെട്ട നിയമങ്ങളിൽ അധിഷ്ഠിതമായ ജീവിത രീതിയാണ് ക്രിസ്ത്യാനിറ്റി. ഈ സിമ്പിൾ കാര്യം നമ്മളെ മറന്നുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കി കൊടുത്ത് വിശ്വാസികൾക്ക്. എത്ര സിമ്പിളാണ്. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് ബേസ്ഡ് ഓൺ എ സെറ്റ് ഓഫ് റൂൾസ് എംപവേർഡ് ബൈ ക്രൈസ്റ്റ്, പോസിബിൾ ഓൺലി വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ മാത്രം സാധ്യമാകുന്ന നിയമങ്ങളനുസരിച്ചുകൊണ്ടുള്ള ജീവിത രീതിയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് അപ്പസ്തോലന്മാർ ലേഖനങ്ങളിലുടനീളം നമ്മെ പഠിപ്പിക്കുകയാണ്. കുരിശ് മരണം എന്തിനാണ്? തീത്തോസ് 2:14, തീത്തോസ് 3:8. നമ്മൾ വചനം മനസ്സിലാക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അതിൻ്റെ കാരണം എന്താണ്? ജെറാൾഡിൻ്റെ തന്നെ വ്യഗ്രതയാണ്. തീത്തോസ് 2:14, തീത്തോസ് 3:8. വിശ്വാസികളെ സൽപ്രവർത്തികൾ ചെയ്യാൻ നീ നിർബന്ധിക്കണം. തീത്തോസ് 2:14, സൽപ്രവർത്തികൾ ചെയ്യാൻ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കാൻ അവൻ തന്നെ ബലിയായി അർപ്പിച്ചു. കർത്താവ് ബലിയായി അർപ്പിച്ചത് എന്തിനാ? ജെറാൾഡ് സത്പ്രവർത്തികൾ ചെയ്ത് മാന്യമായി ജീവിക്കാൻ ആവശ്യമായ ശക്തി ജെറാൾഡിന് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി, ജെറാൾഡിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ ജെറാൾഡ് ചെയ്തു കൂട്ടിയ പാപങ്ങൾ കർത്താവ് ഏറ്റെടുത്തു. ഇനി മുതൽ എന്ത് ചെയ്യണം? പാപം ചെയ്യാത്തവനെ പോലെ ജെറാൾഡ് ജീവിക്കണം. I should lead a sinless life. അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാമെന്നില്ല. വേണം വേണ്ട, വേണ്ടണമില്ല, വേണം വേണ്ട. ക്രിസ്ത്യാനിറ്റിയിൽ അതേ ഉള്ളൂ. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ പിന്നീട് പുറം ലോകം കാണുന്നില്ല. കർത്താവ് അപ്പസ്തോലന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു 1 തവണ. എന്നിട്ടും അവർ മീൻ പിടിക്കാൻ പോയി. എന്തുകൊണ്ട് മീൻ പിടിക്കാൻ പോയി? അവർക്കറിയാമായിരുന്നത് സാധ്യമാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. തങ്ങളുടെ കർത്താവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പസ്തോലന്മാർ കാണിച്ച തുറവി പത്രോസ് അപ്പസ്തോലൻ പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവാം. മീൻ പിടിക്കാൻ പോകാൻ നമുക്ക് ധൈര്യമുണ്ടോ? പത്രോസ് അപ്പസ്തോലൻ്റെ തുറവിയുണ്ടോ ജെറാൾഡിന്? ഇല്ല എന്നുള്ളതാണ്. ആ കർത്താവ് തിബേരിയോസ് കടൽ തീരത്ത് വന്നിരുന്നിട്ട് ചോദിക്കുക, കുഞ്ഞുങ്ങളെ മീൻ വല്ലതും കിട്ടിയോ? ഈ കർത്താവിനെ ഇന്നും ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റിയിട്ടില്ല. 3 കൊല്ലം കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നു. തലേന്ന് വന്നും പ്രത്യക്ഷപ്പെട്ടു. മുറി അടച്ചിരുന്നപ്പോൾ അടച്ച മുറിയിൽ കയറി മീൻ തിന്ന് കാണിച്ചു. പിറ്റേ ദിവസം രാവിലെ ഇവന്മാർ മീൻ പിടിക്കാൻ പോയി. എന്നിട്ട് രാവിലെ കടൽ തീരത്ത് കണ്ടപ്പോഴേ കുഞ്ഞുങ്ങളെ അപ്പമൊക്കെ ചുട്ടു വെച്ചിട്ടുണ്ട്, 2 തട്ടിക്കും. മീൻ കിട്ടിയോടാ? ഇല്ല, ഇല്ലെങ്കിൽ അങ്ങ് മാറ്റി കിട്ടോ, ഇപ്പം കിട്ടും. ഇതവർക്ക് മനസ്സിലായി. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്, മനുഷ്യപ്രവൃത്തികളുടെ ഫലമല്ല, എൻ്റെ ഉപവാസത്തിൻ്റെ ഫലമൊന്നുമല്ല, എൻ്റെ വാച്ഛാദരിയുടെ ഫലമൊന്നുമല്ല, എൻ്റെ പാരമ്പര്യത്തിൻ്റെ ഫലമൊന്നുമല്ല, എൻ്റെ പ്രാർത്ഥനകളുടെ ഫലമൊന്നുമല്ല. ദൈവത്തിൻ്റെ തീരുമാനമാണ്. ഈ കല്ലുകളിൽ നിന്ന് പോലും അബ്രാഹത്തിൻ്റെ സന്തതികളെ ഉൽപ്പാദിപ്പിക്കാൻ, സൃഷ്ടിക്കാൻ പറ്റുന്നവനോടാണ് നമ്മൾ മാർഗം പറഞ്ഞു കൊടുക്കുന്നത്.
ഇല്ല, എത്ര ഭയാനകവും സുന്ദരവുമാണ്. ഈ കല്ലുകളിൽ നിന്ന് പോലും അബ്രഹാത്തിൻ്റെ മക്കളെ സൃഷ്ടിക്കാൻ എനിക്ക് സാധിക്കും. അപ്പോൾ എന്താണ്? നമ്മളെ അവിടുന്ന് അത്രമാത്രം സ്നേഹിക്കുന്നുവെന്നുള്ളതാണ്. ഇത്ര നല്ല സ്നേഹത്തെ, ഇത്ര നല്ല ദൈവത്തെ മനുഷ്യനോട് ദൈവിക ഗുണങ്ങളിലേക്ക് വളരാൻ ആവശ്യപ്പെടുകയാണ്. മറ്റൊരു മതദർശനത്തിലും ഇതില്ല. മറ്റു മതങ്ങളിലെ ദൈവങ്ങൾ മുഴുവൻ മനുഷ്യരെ അടിമകളാക്കുകയാണ്. തന്നെ ആരാധിക്കുന്നു പറയുകയാണ്. അതല്ലെങ്കിൽ എന്തു ചെയ്യും? ജാതിയുമായി വേർതിരിക്കുകയാണ്. ഇതല്ല. നിങ്ങളാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. കർത്താവേ, ഞങ്ങൾ രോഗശാന്തി കൊടുത്തായിരുന്നല്ലോ, ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചായിരുന്നല്ലോ, ഞാൻ ഇരുന്ന പട്ടണത്തിൽ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കവലയിൽ നീ സുവിശേഷം പ്രസംഗിച്ചായിരുന്നല്ലോ. വചനത്തിൽ ഈ രീതിയിൽ എഴുതി വച്ചിട്ടുണ്ട്. ഈ ഭാഷയല്ലെന്നേ ഉള്ളൂ. കർത്താവ് ഞാനറിയല. അറിയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. എവിടെയെന്നറിയാമോ? ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു. ഞാൻ വിശക്കുന്നവനായിരുന്നു, നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, നീ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ നിന്നെ അറിയും. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കർത്താവ്. കയറി വാ മോനെ എന്ന് പറഞ്ഞു. കയറി വാടി മോളെ എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ അറിയടി കുഞ്ഞേ, ഞാൻ നിന്നെ അറിയും മോനെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ രോഗശാന്തി കൊടുത്തായിരുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിച്ചായിരുന്നു. ഞാൻ ചിന്തിക്കണം. ഇന്ന് വ്യക്തികളിലേക്കാണ്. ഈ അടുത്ത കാലത്ത് പരിചയപ്പെടാൻ കേൾക്കാനിടയായ ഒരു പ്രവാചക ശബ്ദത്തെക്കുറിച്ച് കേട്ടപ്പോൾ, അദ്ദേഹത്തെക്കുറിച്ച് കേട്ടപ്പോൾ അറിയുന്ന പലരും പറഞ്ഞു, വളരെ നല്ല മനുഷ്യനാണ്, തന്നിലേക്കാണ് ആൾക്കാരെ ആകർഷിക്കുന്നത് എന്ന്. ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ ക്രിസ്തുവിനെയാണോ കൊടുക്കുന്നത്? നമ്മളെ ആവശ്യമുണ്ട്, നമുക്ക് വിലയുണ്ട്. സുവിശേഷകന്, ധ്യാനഗുരുവിന് എല്ലാവർക്കും വിലയുണ്ട്. അവരിലൂടെ തന്നെയാണ് കർത്താവ് നമ്മളെ വളർത്തുന്നത്. നടാനും നനയ്ക്കുകയും ചെയ്തവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അവരെ മാനിക്കണം, അവർക്ക് സുഖക്ഷേമങ്ങൾ അന്വേഷിക്കണം, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം, അവരെ കൃത്യമായി മാനിക്കണം. വേണ്ട എന്നല്ല, പക്ഷേ അവർ ക്രിസ്തുവിലേക്കാണോ നമ്മെ തിരിച്ചുവിടുന്നത് നോക്കണം. സഭയുടെ മടിത്തട്ടിലാണ് പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. സഭയുടെ മടിത്തട്ടിൽ നിന്നാണ് എല്ലാ നിലയ്ക്കുമുള്ളതായി ഉണർവ് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഉണർവ് പ്രസ്ഥാനങ്ങളിൽ നിന്നല്ല സഭയുണ്ടായത്. പോപ്പുലർ ഡിവോഷനിൽ നിന്നല്ല സഭയുണ്ടായത്. സഭയിലാണ് പോപ്പുലർ ഡിവോഷൻ ഉണ്ടായത്. എം ജെറാൾഡിൽ നിന്നല്ല സഭയുണ്ടായത്. സഭയിലാണ് എം ജെറാൾഡ് ഉണ്ടായത്. സഭയുടെ ഉദരത്തിലാണ്, ഗർഭപാത്രത്തിലാണ് ഞാൻ മെനയപ്പെടുകയും ഞാൻ പരിശീലിപ്പിക്കപ്പെടുകയും ഞാൻ ശാസിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ഞാൻ ജീവിക്കുകയും ചെയ്യുന്നത്. എൻ്റെ ജീവരസം സഭയുടെ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാകുന്ന സഭയാണ്. അതിലെ അംഗങ്ങൾക്ക് കുറവുണ്ടെന്നേ. മെത്രാന്മാർക്കും മെത്രാപ്പോലിത്തമാർക്കും വൈദികർക്കും ശുശ്രൂഷകർക്കും കുറവുണ്ട്. ജെറാൾഡിൻ്റെ കുടുംബത്തിൽ ജെറാൾഡിന് കുറവുണ്ട്. എൻ്റെ കുടുംബാംഗങ്ങൾ എന്നെ സഹിക്കുകയാണ്. കാരണം ജെറാൾഡ് ജീവിക്കുന്നത് ശരീരത്തിലാന്നേ. അതിൻ്റെ അർത്ഥം ജെറാൾഡിൻ്റെ കുറവുകളെ സഹിക്കണമെന്നല്ല. വിമർശിക്കണം, പക്ഷേ അത് ഇൻക്ലൂസീവായിരിക്കണം, ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, 3 വർഷം കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നു, പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിന് ശേഷം. ഇതെല്ലാം പറഞ്ഞു കൊടുത്തു, മീനും തിന്ന് കാണിച്ചു. പിറ്റേ ദിവസം രാവിലെ മീൻ പിടിക്കാൻ പോയത്. അവരോടാണ് പറഞ്ഞത്, കുഞ്ഞുമക്കളെ മീമി കിട്ടിയോ എന്നുള്ള ചോദ്യം. അല്ല, എത്ര അതിശയമാണ്. കുഞ്ഞുങ്ങളെ മീമി വല്ലതും കിട്ടിയോ? കർത്താവിൻ്റെ മീൻ കിട്ടിയോ എന്നുള്ള ചോദ്യമാണ് പത്രോസിനെ ശിഷ്യരുടെ പ്രമുഖ സ്ഥാനത്തേക്ക് വളർത്തിയത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ അപ്പസ്തോലന്മാരിലേക്ക് നോക്കണം. അപ്പസ്തോലന്മാരാണ് നമുക്ക് ക്രിസ്തുവിനെ നൽകിയത്. അപ്പസ്തോലന്മാരില്ലെങ്കിൽ ക്രിസ്തുവിൽ നല്ല കോട്ടോ, ദുർവ്യാഖ്യാനമല്ല ഉദ്ദേശിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്. ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുക മാത്രമാണ് ഉദ്ദേശം. അപ്പസ്തോലന്മാരാണ് നമുക്ക് ക്രിസ്തുവിനെ പറഞ്ഞു തന്നത്. ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ അറിയിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അവൻ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തത് വഴി നാം സ്നേഹം എന്താണെന്ന് അറിഞ്ഞു. അതുവരെ മനുഷ്യന് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ അറിയത്തുള്ളായിരുന്നു. ഫോളൻ നേച്ചർ, വീണുപോയ മനുഷ്യപ്രകൃതിയിൽ ജെറാൾഡിന് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളായിരുന്നു. എന്നാൽ ക്രിസ്തു തന്നെ ബലിയായി അർപ്പിച്ചുകൊണ്ട് വെറുത്തവർക്ക് വേണ്ടി
ശപിച്ചവർക്ക് വേണ്ടി, പീഡിപ്പിച്ചവർക്ക് വേണ്ടി ക്ഷമിച്ച് ക്രിസ്തു തന്നെ ബലിയായി അർപ്പിച്ചത് അപ്പസ്തോലന്മാരിലൂടെ, സഭയിലൂടെ, മാതാപിതാക്കളിലൂടെ, ധ്യാനഗുരുക്കന്മാരിലൂടെ ജെറാൾഡ് അറിഞ്ഞു. അപ്പോൾ അറിഞ്ഞപ്പോൾ ജെറാൾഡ് ഇനി എന്ത് ചെയ്യണം? ഇനിയും ജീവിക്കുന്നവൻ തനിക്ക് വേണ്ടി ജീവിക്കാതെ നിങ്ങളെ പ്രതി മരിക്കുകയും ഉദ്ധാനം ചെയ്യുകയും ചെയ്തവന് വേണ്ടി ജീവിക്കുവിൻ. അത് യോഹന്നാൻ അപ്പസ്തോലൻ്റെ വാക്കുകളിലേക്ക് വരുമ്പോൾ എങ്ങനെയാ? കുഞ്ഞുമക്കളെ, ക്രിസ്തു നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചതിൽ നിന്ന് സ്നേഹമെന്താണ് നാം അറിഞ്ഞു. അതുകൊണ്ട് നാം സഹോദരർക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കണം. 1 യോഹന്നാൻ 3:16, 17, 18 തിരുവചനങ്ങൾ. ഒരുവന് ലൗകിക സമ്പത്തുണ്ടായിരിക്കെ, ഒരുവൻ്റെ അക്കൗണ്ടിൽ പണമുണ്ടായിരിക്കെ, അയലോക്കത്തെ കൊച്ചു പഠിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ക്രിസ്തുവുമായി ബന്ധമില്ല. 1 യോഹന്നാൻ 3:17, 18. നിന്റെ വീട്ടിൽ ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടായിരിക്കെ, നിന്റെ ഫ്രിഡ്ജിൽ ആവശ്യത്തിന് ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കെ, അയലോക്കത്തെ കൂട്ടി മാസത്തിൽ 2 പ്രാവശ്യം പോലും അയലോക്കത്തെ വീട്ടിൽ മീൻ മേടിച്ച് തിന്നാൻ നിവൃത്തിയില്ലെങ്കിൽ നീ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. ലൗകിക സമ്പത്തുണ്ടായിരിക്കെ സഹോദരൻ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവൻ്റെ നേരെ നിന്റെ കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ യു ഹാവ് നത്തിങ് ടു ഡു വിത്ത് ക്രൈസ്റ്റ്. നിനക്ക് ക്രിസ്തുവുമായ ഒരു ബന്ധവുമില്ല. ഇതിലും കട്ടിയാണ് നമ്മുടെ യാക്കോബ് അപ്പോസ്തലൻ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കത്തിൽ അവരുടെ സഹായത്തിനെത്തുക, എന്നാൽ പാപം ചെയ്യാതെ ജീവിക്കുക. യാക്കോബ് അപ്പോസ്തലൻ ഇത് പറയാൻ കാരണം എന്നാ? നിങ്ങൾ ലോകത്തിലാണ്, ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെതല്ല. ഇത്ര കൃത്യമാ. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അപ്പോസ്തലന്മാർ ഉപമകളൊന്നും പറയാതിരുന്നത്. 5 അപ്പമുണ്ടായിരുന്ന ബാലനെ ഞാൻ എടുത്തോണ്ടാ പോയെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ടോ? പറയുന്നില്ല. കർത്താവേ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പം എന്നോട് കർത്താവ് പറഞ്ഞത് പിശാചൻ എന്ന വാക്കൊന്നുമല്ല. ആ വാക്ക് അറമായിക്കിൽ ഇങ്ങനെയാണ്, ആ സിറിയക്കിൽ ഇങ്ങനെയാണ്, ഹീബ്രുവിൽ ഇങ്ങനെയാണെന്ന് പത്രോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ക്രിസ്ത്യാനിറ്റി ഒരു ജീവിത രീതിയാണ്, പ്രമാണബദ്ധമാണ്. അത് ക്രിസ്തുവിൽ മാത്രം സാധ്യമാകുന്നതാണ്. ഇതറിയാമായിരുന്നു അവർക്ക്. അപ്പോസ്തല പ്രവൃത്തി 10:42 വായിക്കണം, നമ്മൾ ധ്യാനിക്കണം. ജെറാൾഡ് അവിടെ ജെറാൾഡിനോട് പറയുകയാണ് അപ്പോസ്തലൻ, ജെറാൾഡേ, ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ക്രിസ്തു ഉണ്ട് എന്ന് നിന്നോട് പറയാൻ എന്നോട് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ജെറാൾഡേ, നീ കേൾക്കുക. പത്രോസ് അപ്പോസ്തലൻ പറയുക എന്നോട്, ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ക്രിസ്തുവിനെ നിയമിച്ചിരിക്കുന്നതിനെ പറയാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലന്മാർ ഉപമയൊന്നും വ്യാഖ്യാനിക്കാതിരുന്നത്. അപ്പോസ്തലന്മാരുടെ നിഴലടിച്ചപ്പോൾ രോഗശാന്തി ഉണ്ടായി. അപ്പോസ്തലന്മാർ നിഴലടിപ്പിക്കുന്നില്ല. അതൊന്നും അവർ ശ്രദ്ധിക്കുന്നേയില്ല. അവർ വചനം പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണല്ലോ പറഞ്ഞത്, വചനം പ്രസംഗിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. ഇതൊരു അപ്പോളജറ്റിക് യുഗമാണ്. അപ്പോളജറ്റിക് കരിസ്മാറ്റിക് യുഗം പിറന്നിട്ട് ഇനിയും നമ്മൾ ഭക്തയുഗത്തിൽ അഭിരമിക്കുകയാണ്. സഭാപ്രഭാഷകൻ പറയുന്ന എല്ലാത്തിനും ഒരു കാലമുണ്ട്. There is a time for everything. ഇത് ജാഗ്രതയുടെ കാലമാണ്. ഇത് ശിഷ്യത്വത്തിൻ്റെ കാലമാണ്. ഭക്തകാലഘട്ടം കടന്നുപോയി, സുഷുപ്തിയുടെ കാലഘട്ടം കടന്നുപോയി. ഇത് ശിഷ്യത്വത്തിൻ്റെ കാലഘട്ടമാണ്. കാലത്തെ വിവേചിച്ചറിയാൻ നമുക്ക് പറ്റണം. കാലത്തെ വിവേചിച്ചറിയാത്തവന് കാലിടറും. അതുകൊണ്ടാണ് നമുക്ക് കാലിടറുന്നത്. പാർസി സിൻഡ്രം ബാധിച്ചാൽ എന്തു ചെയ്യണം? ദൈവസന്നിധിയിൽ അനുതപിക്കുകയും അറിയാത്തവർ കർത്താവിനെ അറിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണം. ദൈവം സ്നേഹമാണെന്നുള്ള സത്യം മനുഷ്യൻ ദൈവിക ഗുണങ്ങളിലോട്ട് മാറാത്തിടത്തോളം കാലം ഭൂമിയിലെ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല എന്ന് പഠിപ്പിച്ചവൻ ക്രിസ്തു. ഈ കാര്യം ഇവരോട് പറയണം. ദൈവത്തിന് ജാതിയില്ല, മതമില്ലെന്ന് ഇവരോട് പറയാൻ നമുക്ക് പറ്റണ്ടേ? ഇനി പറ്റുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും എല്ലാം സാധ്യമല്ല, പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റണ്ടേ? അതുകൊണ്ടാണ് ക്രിസ്ത്യാനി എന്താ ചെയ്യണ്ടേ? ക്രിസ്ത്യാനി ചെയ്യേണ്ടത് 3 പ്രാക്കളാ: പ്രാർത്ഥന, പ്രവൃത്തി, പ്രസംഗം. ക്രിസ്തുവിനെ അറിഞ്ഞവൻ, പ്രഘോഷണത്തിന് കൃപ ലഭിച്ചവൻ പ്രസംഗിക്കണം. പ്രവർത്തിക്കാൻ കൃപ ലഭിച്ചവൻ പ്രവർത്തിക്കണം. ഇതൊന്നും പറ്റിയാലെങ്കിൽ വിളവിൻ്റെ നാഥനോട് വേലക്കാരെ അയക്കാൻ പറയണം. നിന്നെ അറിയാത്തവർക്ക് നിന്നെ അറിയുവാൻ ഇടയാക്കണമേ അപ്പാ എന്ന് ക്രിസ്തുവിൽ പ്രാർത്ഥിക്കണം. നിന്നെ നിഷേധിക്കുന്നവരെ നിന്നിലേക്ക് അടുപ്പിക്കണമേ അപ്പാ എന്ന് ക്രിസ്തുവിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. 3 പ്രാക്കൾ. ഈ 3 പ്രാക്കൾ ക്രിസ്ത്യാനികൾ വിട്ടുകളഞ്ഞു: പ്രാർത്ഥന, പ്രവൃത്തി, പ്രസംഗം. പ്രസംഗിക്കാൻ ആളില്ലെങ്കിൽ അതിനെ കേൾക്കും.
അറിയാത്ത ഒരുവനിൽ എങ്ങനെ വിശ്വസിക്കും? 2000 വർഷം മുമ്പ് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുക. ജെറാൾഡിനോട് ചോദിക്കുക, ജെറാൾഡേ, മറ്റുള്ളവർ എങ്ങനെ ക്രിസ്തുവിനെ അറിയും പ്രസംഗിക്കാൻ ആളില്ലെങ്കിൽ? പൗലോസ് അപ്പോസ്തലൻ അത് ജെറാൾഡിനോടാണ് ചോദിച്ചിരിക്കുന്നത്, ജെറാൾഡിൻ്റെ വീട്ടുകാരത്തിയോടല്ല. ആ വചനം വായിക്കുന്ന ഓരോരുത്തരോടും ആ വചനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാ, പ്രസംഗിക്കാൻ ആളില്ലെങ്കിൽ എങ്ങനെ കേൾക്കും? കേൾക്കാത്ത ഒരുവനിൽ, അറിയാത്ത ഒരുവനിൽ എങ്ങനെ വിശ്വസിക്കും? ഇവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ പീഡിപ്പിക്കുന്നവർ, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന കാലം വരുന്നു. വൈ? അവരെന്നെ ആകട്ടെ, എന്നെ അയച്ച പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. അപ്പം നിഷേധിക്കുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകുവാനും അറിയാത്തവർ അറിയാനും വേണ്ടി പ്രാർത്ഥിക്കാത്തിടത്തോളം കാലം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. ക്രിസ്തുവിനെ അറിയാത്തവർ അറിയുന്നതിന് വേണ്ടിയും നിഷേധിക്കുന്നവർ മാനസാന്തരത്തിലേക്ക് വരുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാത്തിടത്തോളം കാലം കേരള ക്രൈസ്തവർക്കോ ലോകത്തിലെ ക്രിസ്ത്യാനികൾക്കോ നല്ല കാലം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കുക. നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം നടക്കും. സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ട് ലോകം ക്രിസ്തുവിനെ അറിയുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങേണ്ട കാലഘട്ടമായി. ഇത് പ്രാർത്ഥനയുടെ കാലഘട്ടമാണ്, ഇത് അപ്പോളജറ്റിക് കാലഘട്ടമാണ്, ഇത് ശിഷ്യത്വത്തിൻ്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി 18:19 തുടങ്ങി വിശുദ്ധ മത്തായി 28:19 വന്ന് അപ്പോസ്തല പ്രവൃത്തികളിലൂടെ ലേഖനങ്ങളിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ ഇന്ന് വായിക്കേണ്ടത് ലേഖനങ്ങളാണ്. 2000 വർഷമായി നമ്മളെ ക്രിസ്തുവിനെ നമുക്ക് നൽകിയിട്ട് ഇനിയും രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളുമുള്ള സുവിശേഷം മാത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. യുഗം മനസ്സിലാക്കണം, ചുവരെടുത്ത് വായിക്കണം. അത്തി തളിർക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? വചനം ചോദിക്കുകയാ. അതിനർത്ഥം രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നല്ല, പ്രാർത്ഥിക്കണം. രോഗമുണ്ടായാൽ ധ്യാനം കൂടണം, വരങ്ങളുള്ളവരെ സമീപിക്കുക തന്നെ വേണം. പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം. ക്രിസ്തുവിലായിരിക്കുന്നവന് സമൃദ്ധിയോ ദാരിദ്ര്യമോ പ്രശ്നമല്ല, രണ്ടും പ്രശ്നമല്ല എന്നുള്ളതാ ഈ കൃപയിലേക്കുള്ള വളർച്ച. കർത്താവേ കൃപ തരണമേ, ഒറ്റ പ്രാർത്ഥനയെ നമുക്ക് പറയാനുള്ളൂ. കർത്താവേ കൃപ തരണമേ, നീ നിർത്തിയിടത്ത് നീ ആഗ്രഹിക്കുന്നത് പോലെ നിൽക്കുവാൻ, എന്നിലൂടെ ചെയ്യാനുള്ള എല്ലാം ചെയ്യുവാൻ അവിടുത്തെ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. കൃപ തരണമേ. തന്നിലേക്ക് നോക്കി തന്നെയും താനായിരിക്കുന്നിടത്തെയും കണ്ട് തന്നിൽ താനായവനോട് താൻ നിൽക്കുന്നിടത്ത് താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ കൃപയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അപ്പോളജറ്റിക് യുഗം, ശിക്ഷ്യകാലഘട്ടം, പ്രവാചക ധീരതയോടെയുള്ള പ്രാർത്ഥന. ഇന്ന് നമ്മൾ കേൾക്കുന്ന അധിനിവേശങ്ങളെ കുറിച്ച് കേൾക്കുന്നു. സ്കൂളുകളിൽ അധിനിവേശങ്ങൾ, നിസ്കാര മുറവിളികൾ, പീഡനങ്ങൾ. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കുവാനും. ഒരു ദാനിയേൽ ഉപവാസം പ്രഖ്യാപിക്കാൻ നമുക്ക് പറ്റിയോ? തങ്ങളുടെ ജനതയ്ക്ക് വരാനിരിക്കുന്ന ദുരിതം കാണുന്ന ദാനിയേൽ പ്രവാചകൻ ചാക്കുടുത്ത് ചാരം പൂശി പ്രാർത്ഥിക്കുകയാണ്. ഇത് പ്രഖ്യാപിക്കുന്നതും ആഹ്വാനം ചെയ്യുന്ന പ്രാർത്ഥനയല്ല, ആത്മഭാരത്തിൻ്റെ പ്രാർത്ഥന. പ്രാർത്ഥനയുടെ എണ്ണം തികയാത്തതിൻ്റെ പ്രശ്നമൊന്നും കർത്താവിനില്ല. എണ്ണം തികയാത്തതല്ല പ്രശ്നം, മനോഭാവമാണ് പ്രശ്നം. ദാനിയേലിനോട് കർത്താവ് പറഞ്ഞൊരു ഭാഗമുണ്ട്. ദാനിയേലെ, കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി നീ എണ്ണയൊന്നും ഉപയോഗിക്കാതെ ഈ പച്ചക്കറി മാത്രം തിന്ന് ജീവിക്കുന്നത് കൊണ്ട് ഇതാ ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ പറയുന്നുണ്ടോ? കഴിഞ്ഞ 3 ആഴ്ചക്കാലമായില്ലേ നീ ഉപവാസമല്ലായിരുന്നോ? നീ കഞ്ഞിവെള്ളം മാത്രമല്ലേ കുടിച്ചുകൊണ്ടിരുന്നത്? നീ ഒരു നേരമല്ലേ ദാനിയേലെ ഭക്ഷണം കഴിച്ചത്? സോ ഐ ആം ഹിയർ, ഞാനിവിടെയുണ്ട്. അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാകേണ്ടതല്ലേ? തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നിന്നെ നിഷേധിക്കുന്നവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരണമേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് നിന്നെ അറിയാനിടയാക്കണമേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ അപ്പാ, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ നീ വെളിപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ ചുറ്റുവട്ടമുള്ളവർ ക്രിസ്തുവിനെ വെളിപ്പെടുത്തണമേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ അപ്പാ,
ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുകയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, വിശ്വാസം ജീവിക്കുവാനും തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാനും എന്നെ സഹായിക്കണമേ. കാലഘട്ടത്തിന് ചുവരെഴുത്ത് വായിക്കുവാൻ കർത്താവ് ജെറാൾഡിനെ സഹായിക്കട്ടെ, നമ്മെ സഹായിക്കട്ടെ.